നമസ്കാരം, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറീസ് ആണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും ട്രഡീഷണൽ തിയറിയും. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ തന്നെ വരുന്ന റിലവന്റ് തിയറി ആയിട്ടുള്ള നെറ്റ് ഇൻകം തിയറിയാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി അല്ലെങ്കിൽ NOI തിയറി. ഓക്കെ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി അല്ലെങ്കിൽ NOI തിയറി. അതിന്റെ മറ്റൊരു പേരെന്താണ്? ഫിക്സഡ് KO തിയറി. ഓക്കെ, നെറ്റ് ഇൻകം തിയറിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? അതിനെ ഫിക്സഡ് KE തിയറി എന്ന് പറയും. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ ഫിക്സഡ് KO തിയറി എന്ന് പറയും. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് ഡുറന്റ് തന്നെയാണ്. നെറ്റ് ഇൻകം തിയറിയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഡേവിഡ് ഡുറന്റ് തന്നെയാണ്. ഈ നെറ്റ് ഇൻകം തിയറി എന്ന് പറയുന്നത് റിലവന്റ് തിയറി ആണെന്ന് നമ്മൾ പറഞ്ഞു. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത് ഇറലവന്റ് തിയറിയാണ്. അതായത് നെറ്റ് ഇൻകം തിയറിയുടെ ഓപ്പോസിറ്റ് വ്യൂ ആണ് എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ എന്ത് തരം തിയറിയാണ്? ഇറലവന്റ് തിയറിയാണ്, അല്ലെങ്കിൽ ഇറലവൻസ് തിയറിയാണ്. ഓക്കെ, അപ്പൊ ഡേവിഡ് ഡുറന്റ് who proponent the net income theory put forward an opposite view in the form of another theory. അതായത് നെറ്റ് ഇൻകം തിയറിയുടെ ഓപ്പോസിറ്റ് വ്യൂ ആയിട്ടാണ് ഏത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിനെ NOI തിയറി എന്ന് പറയും. ഇതെന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇറലവന്റ് തിയറിയാണ്. ഇറലവന്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേമിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? ഇറലവന്റ് തിയറിയിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി, വാല്യൂ ഓഫ് എ ഫേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ഇറ്റ്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതായത് ഇതൊരു ഇറലവന്റ് തിയറി ആയതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? കോമ്പോസിഷൻ ഓഫ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണെന്ന് പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ വാല്യൂ ഓഫ് ദ ഫേമിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പറയുന്നത്. ദ തിയറി സേസ് ദാറ്റ് ചേഞ്ച് ഇൻ ലിവറേജ്, ഓക്കെ, ചേഞ്ച് ഇൻ ലിവറേജ് ആണെന്ന് പറയുന്നത് ഡെപ്റ്റിന്റെ ലെവലിലുള്ള ചേഞ്ച്. ഓക്കെ, ഡെപ്റ്റ് ലെവൽ ചേഞ്ച് എന്താണ്? വിൽ നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് ദി ഫേം. ഫേമിന്റെ വാല്യൂവിനെ എന്ത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്? ഡിഗ്രി ഓഫ് ലിവറേജ് എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏതിന്റെ അസംഷൻ എന്ന് പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന്റെ അസംഷനിൽ പറയുന്നത്. ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ ഷെയർ ആസ് വെൽ ആസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് ഇൻകത്തിൽ പറഞ്ഞ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അത് ക്യാപിറ്റൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ് ആണ് ആൻഡ് നോട്ട് റിലേറ്റഡ് ടു ദി ഡിഗ്രി ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിലുള്ള ഡെപ്റ്റ് ലെവല് ഈ പറയുന്ന ബിസിനസിന്റെ അല്ലെങ്കിൽ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂവിനോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയോ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏതിൽ പറയുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി പറയുന്നത്. നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറിയിൽ പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം, നോട്ട് ബൈ ദി ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദി ഫേം എന്ത് ചെയ്യുന്നില്ല? ഒരു ഫേമിന്റെ വാല്യൂവിനെ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. ഫേമിന്റെ വാല്യൂവിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനാണെന്ന് അറിയപ്പെടുന്നത് എബിറ്റ് അല്ലെങ്കിൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ ആ പേര് തന്നെ ഉണ്ടല്ലേ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ഓക്കെ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം, അതായത് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഫേമിന്റെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലാതെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ല എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ദ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓർ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ്സ് ഓൺ ദി ബിസിനസ് റിസ്ക്. നമ്മൾ നെറ്റ് ഇൻകം തിയറിയിൽ എന്താ പറഞ്ഞത്? അവിടെ ഫിനാൻഷ്യൽ റിസ്ക് എന്നൊരു ആസ്പെക്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ബിസിനസ് റിസ്ക് അല്ലെന്നുണ്ടെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഏതിൽ വരുന്നത്? വാല്യൂ ഓഫ് ദ ഫേമിൽ വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച്, ദ ഓവറോൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഓർ വാല്യൂ ഓഫ് ദ ഫേം ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ബിസിനസ് റിസ്ക്. ഓക്കെ, അതായത് ലെവൽ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ
സൈസ് ഓഫ് ബിസിനസ്സിലൊക്കെ ഉള്ള ആ ഒരു ചേഞ്ച് ആണ് പറയുന്നത് ഇവിടെ. അതെങ്ങനെ വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ആൻഡ് ഹെൻസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഇറ്റ്സ് കോമ്പോസിഷൻ ഈസ് ഇറലവന്റ് ഇൻ ഡിറ്റർമിനിങ് ദ വാല്യൂ ഓഫ് ദി ഫേം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇറലവന്റ് തിയറി എന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ദി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഇറലവന്റ് ആയിട്ടുള്ള ഫാക്ട് ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫാക്ടർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇറലവന്റ് തിയറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ് വാല്യൂ ഓഫ് ദ ഫേമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് വാല്യൂ ഓഫ് ദ ഫേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലോ ഈ വാല്യൂ ഓഫ് ദ ഫേമിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഇറലവന്റ് തിയറി എന്നും പറയുന്നുണ്ട്. The theory says that overall capitalization rate remain constant at any degree of leverage. ഒരു ഫിനാൻഷ്യൽ റിസ്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടോ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? വാല്യൂ ഓഫ് ദ ഫേം നോക്കുന്നില്ല. ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? റിമെയിൻ കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് ആണ്. ഏതെന്ന് പറയുന്നത്? KO എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ നെറ്റ് ഇൻകം തിയറി പഠിച്ചവൻ പറഞ്ഞു അവിടെ ഏതൊക്കെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ആണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണെന്നും പറഞ്ഞു. പിന്നെ ആ ഒരു തിയറിയിൽ എന്താ പറഞ്ഞേ? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് വഴി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നത് ഗ്രാഫിക്കലി നമ്മളത് നന്നായിട്ട് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എത്ര ഡിഗ്രി ഓഫ് ലെവറേജോ ആയിക്കോട്ടെ, അതായത് ആ ഫേമിൽ എത്രമാത്രം ഡെപ്റ്റ് ഉപയോഗിച്ചോട്ടെ, എത്ര ഡെപ്റ്റ് ഉപയോഗിച്ചാലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC എന്ന് പറയുന്നത് എന്താണ്? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ അസംഷൻ. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The net operating income theory is based on the following assumptions. First one, the overall cost of capital KO remain constant irrespective of the debt included in the capital structure. അതായത് ആ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രയോ ഡെപ്റ്റ് ആയിക്കോട്ടെ, അതാണ് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ഡെപ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ എത്രയോ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിവറേജ് ആയിക്കോട്ടെ, അതെന്താണ്? അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെന്നുണ്ടെങ്കിൽ KO എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ അസംഷൻ ആയേ എന്താണ്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ അസംഷനിൽ പറയുന്നത്. വാല്യൂ ഓഫ് ദ ഫേം ഇവിടെ ബേസ് ചെയ്യുന്നത് NOI ബേസ് ചെയ്തിട്ടാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ എബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് നിൽക്കുന്നത്? ഈ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ആണ്. നമ്മൾ നെറ്റ് ഇൻകം തിയറിയിൽ എന്താ പറഞ്ഞേ? അത് ഇക്വിറ്റി, അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആയിരുന്നു അവിടെ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ എബിറ്റ് എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുൻപേ ഉള്ള ഏർണിംഗ്സ് ആണ് എബിറ്റ് എന്ന് പറയുന്നത്. അതിനാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം എന്ന് പറയുന്നത്. ആ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞേക്കുന്നത്. വാല്യൂ ഓഫ് ദ ഫേം V is obtained by capitalizing the NOI with the overall cost of capital. അതായത് വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NOI ഡിവൈഡ് ബൈ KO എന്നൊരു ഇക്വേഷൻ ആണ് വരുന്നത്. ഓക്കെ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് എന്ന് പറയുന്നത് ഇവിടെ വാല്യൂ ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ വാല്യൂ ഓഫ് ദ ഫേം ഈ പറയുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ എന്താ പറയുന്നത്? വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NOI ഡിവൈഡഡ് ബൈ KO. അപ്പൊ ഈ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്നാൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് വാല്യൂ ഓഫ് ദ ഫേം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അവിടെ KO എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ അസംഷനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇവിടെ ടാക്സ് ഇല്ല. There is no tax. ടാക്സ് ഇല്ല. ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഈ ഒരു തിയറിയിൽ പറയുന്നില്ല. നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് KD റിമൈൻ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടും കുറവാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അതുപോലെ തന്നെ KD എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ആണ്.
അപ്പൊ ഈ തിയറിയിൽ എന്താ പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫാക്ടർ. ഓക്കെ, നമ്മൾ പക്ഷെ നെറ്റ് ഇൻകം തിയറിയിൽ എന്താ പഠിച്ചിട്ടുള്ളത്? നെറ്റ് ഇൻകം തിയറിയിലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മാത്രമേ എന്തുള്ളൂ? കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് അല്ല എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ ഏതൊക്കെ അസംഷൻ ആണ് നമ്മൾ നോക്കിയേ? ഇപ്പൊ 3 അസംഷൻസ് പറഞ്ഞു. ഒന്നിൽ എന്താ പറഞ്ഞത്? ഇവിടെ KO എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ KO കോൺസ്റ്റന്റ് ആണ്, അതുപോലെ എന്താണ്? KDയും കോൺസ്റ്റന്റ് ആണ്. KO എന്ന് പറയുന്നതാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തെ അല്ലെന്നുണ്ടെങ്കിൽ എബിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ഡിവൈഡഡ് ബൈ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. പിന്നെ പറഞ്ഞ എന്താണ്? ഇവിടെ ടാക്സ് എലമെന്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും കുറവാണ്. അതുപോലെ തന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെന്ന് പറഞ്ഞു. ഓക്കെ, 5ാമത്തെ പോയിന്റ് നോക്കാം. 5ാമത്തെ അസംഷനിൽ എന്താ പറയുന്നത്? യൂസ് ഓഫ് മോർ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസസ് റിസ്ക് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇവിടെ ഈ ഒരു തിയറിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂടും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ NI തിയറിയിൽ എന്താ പറഞ്ഞത്? ഒരുപാട് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയാൻ കാരണമാവും. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് കമ്പനിയുടെ വാല്യൂ എന്ത് ചെയ്യും? മാർക്കറ്റ് വാല്യൂ കൂട്ടാനും സഹായിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്ന അസംഷൻ എന്താണ്? ഇവിടെ കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് കൂടും എന്നാ പറഞ്ഞേക്കുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓർ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ് ഇൻക്രീസസ് കോൺസിക്വന്റ്ലി. അതായത് റിസ്ക് കൂടുമ്പോൾ എന്താണ്? റിട്ടേണും കൂടും അല്ലെ? റിസ്ക്കും റിട്ടേണും തമ്മിൽ എന്താണ്? റിസ്ക് കൂടുതലായിട്ട് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്? റിട്ടേൺ കൂടുതലാണ്. അപ്പൊ റിട്ടേൺ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ആ ഒരു ഷെയറിന് അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ എന്ത് ചെയ്യും? കോസ്റ്റും എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഗെറ്റ്സ് ന്യൂട്രലൈസ്ഡ് ബൈ ദ ഇൻക്രീസസ് ഇൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പൊ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് വഴി എന്താണ്? അവർക്ക് കൂടുതലായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ അല്ലെങ്കിൽ അവരുടെ കോസ്റ്റും കൂടും. ഓക്കെ, ഹെൻസ് ദ വാല്യൂ ഓഫ് ദ ഫേം റിമൈൻ സെയിം. അങ്ങനെ വന്നാലും എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം എന്താണ്? സെയിം ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അത് ഗ്രാഫിക്കലി നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. നെക്സ്റ്റ് പറഞ്ഞേക്കുന്ന അസംഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ചേഞ്ച് വിത്ത് ഡിഗ്രി ഓഫ് ലിവറേജ് ഓഫ് ദ ഫേം ആസ് എ ഹോൾ. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഡെപ്റ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ലിവറേജ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും? കൂടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇങ്ങനെ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇങ്ങനെ വരും, KO KD എന്താണ്? ഇക്വിറ്റി ഇങ്ങനെയാ പോകുന്നത്. അതായത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അതായത് കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ലിവറേജ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, കൂടുതലായിട്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടും. റിസ്ക് കൂടിയാൽ എന്ത് ചെയ്യും? റിട്ടേൺ കൂടും. റിട്ടേൺ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്ത് ചെയ്യും? കൂടും. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് അല്ലെ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും? ഇവിടെ കൂടുമ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു KE എന്ത് ചെയ്യുന്നത്? ഇൻക്രീസിംഗ് ട്രെൻഡ് ആയിട്ട് കാണിക്കുന്നത്. കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിച്ചാലും എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നതായിട്ട് വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഒരു അസംഷനിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, according to David Duran, under NOA approach, the total value of the firm will not affected by the composition of the capital structure. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ കോമ്പിനേഷൻ എന്താണ്? വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു തിയറിയിലൂടെ ഡേവിഡ് ഡുറന്റ് പറയുന്നത്. പക്ഷെ നെറ്റ് ഇൻകം തിയറിയിൽ എന്താണ് ഡേവിഡ് ഡുറന്റ് പറഞ്ഞത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിന് എന്താണെന്ന് പറഞ്ഞത്? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു റിലവന്റ് തിയറി എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഫാക്ടർ വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ബി അഫക്റ്റഡ് ബൈ ദി കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്തിനെ? വാല്യൂ ഓഫ് ദ ഫേമിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി എന്തെന്ന് പറയുന്നു? ഇറലവന്റ് തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നു.
ഓക്കെ, ഇപ്പൊ ഇവിടെ ക്ലിയർ അല്ലേ? എന്താ നമ്മൾ പറഞ്ഞു? ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് ഇൻക്രീസിങ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ട് ഇൻക്രീസിങ് ട്രെൻഡ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കൂടുതലായിട്ട് ഡെപ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? റിസ്ക് കൂടും. എന്ത് റിസ്ക്കാ കൂടുന്നത്? ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ഷെയർ ഹോൾഡേഴ്സാ കൂടുന്നത്. ഫിനാൻഷ്യൽ റിസ്ക് കൂടുമ്പോൾ എന്താണ്? റിസ്ക് കൂടിയാൽ എന്ത് ചെയ്യും? അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് റിട്ടേൺ കൂടും അല്ലെ? അപ്പൊ റിട്ടേൺ കൂടുന്നത് കൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്ത് ചെയ്യും? കൂടും. അപ്പൊ അതുകൊണ്ടാണ് KE എന്ത് ചെയ്യുന്നത്? ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ഒരു തിയറിയിൽ ടാക്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നോ ടാക്സ് ആണ് ഈ ഒരു തിയറിയിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത്, under this approach, the most significant assumption is that KO or overall cost of capital is constant irrespective of the degree of leverage. അത് നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? ഡിഗ്രി ഓഫ് ലിവറേജ് ചേഞ്ച് ചെയ്താലും അവിടെ KO അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ദ സെഗ്രിഗേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഇപ്പൊ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര ഡെപ്റ്റ് അല്ലെങ്കിൽ എത്ര ഇക്വിറ്റി, അങ്ങനെ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിൽ ഈ ഒരു തിയറിയിൽ എന്തുണ്ട്? ഇമ്പോർട്ടൻറ്റ് ഇല്ല. അതായത് എന്താണ് നെക്സ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? സെഗ്രിഗേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഹിയർ. അതായത് ഈ ഒരു തിയറിയിൽ എന്താ പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കമ്പോണന്റ് ഇക്വിറ്റി കമ്പോണന്റ് എന്നൊരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ആൻഡ് ഇൻക്രീസ് ഇൻ യൂസ് ഓഫ് അപ്പാരന്റ്ലി ചീപ്പർ ഡെപ്റ്റ് ഫണ്ട് ഈസ് ഓഫ്സെറ്റ് എക്സാക്ട്ലി ബൈ ദ കറസ്പോണ്ടിങ് ഇൻക്രീസ് ഇൻ ദ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റ്. അപ്പൊ എന്താണ്? ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ റേറ്റിനെ അത് എന്ത് ചെയ്യും? കറസ്പോണ്ടിംഗ്ലി എഫക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ വരുന്നൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇവിടെ എന്തുണ്ട്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്. എക്സ് ആക്സിസിൽ എന്താ കാണിക്കുന്നത്? ലിവറേജ് ആണ് കാണിക്കുന്നത്. ലിവറേജ് അല്ലെങ്കിൽ ഡെപ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്. വൈ ആക്സിസിൽ എന്താ കാണിക്കുന്നത്? വൈ ആക്സിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കാണിക്കുന്നത്. ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ? കോൺസ്റ്റന്റ് ആണ്, സ്ട്രേറ്റ് ലൈൻ ആണ്. പക്ഷെ എന്താണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവാണ്. കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും എന്നാണ് കാണിക്കുന്നത്. പക്ഷേ എത്രമാത്രം ഡെപ്റ്റ് ഉപയോഗിച്ചാലും എന്താണ് ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഈ ഒരു തിയറിയിൽ നമ്മൾ ഇത്രയും അസംഷനിൽ പറഞ്ഞത്. എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടാനുള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? എന്താണ്? കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, ചീപ്പർ സോഴ്സ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? റിസ്ക് കൂട്ടും. ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് റിട്ടേൺ കൂടും. റിട്ടേൺ കൂടുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് കിട്ടുന്ന റിട്ടേണും കൂടും. ഡിവിഡൻഡിന്റെ റേറ്റും എന്ത് ചെയ്യും? കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യുന്നത്? ഒരു ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ എക്സ് ആക്സിസിൽ എന്താ നമ്മൾ കണ്ടത്? ലിവറേജ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ലിവറേജ് അല്ലെങ്കിൽ ഡെപ്റ്റിന്റെ യൂസേജ് ആണ് കണ്ടത്. വൈ ആക്സിസിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കണ്ടത്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? സെയിം ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഡിഗ്രി ഓഫ് ലിവറേജ്. ഡിഗ്രി ഓഫ് ലിവറേജ് അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വന്നാലും, എത്രമാത്രം ഡെപ്റ്റ് ഉപയോഗിച്ചാലും, ഇപ്പൊ 100% ഉപയോഗിച്ചാൽ പോലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ മുന്നേ പറഞ്ഞ നെറ്റ് ഇൻകം തിയറിയിലാണെങ്കിൽ എന്താണ്? ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഡെപ്റ്റിന്റെ ലെവൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൂട്ടുന്നതിനനുസരിച്ച് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു വരുന്ന ഒരു ട്രെൻഡാണ് കണ്ടത്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എത്ര 100% ഉപയോഗിച്ചാലും 0% ഉപയോഗിച്ചാലും എന്താണ് ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആയിരിക്കും. സിമിലർലി ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾസോ റിമെയിൻ കോൺസ്റ്റന്റ്. ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും എന്താണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഡിഗ്രി ഓഫ് ലിവറേജിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിനകത്ത് എന്താ ഇൻക്രീസിങ് ട്രെൻഡ് വരുന്നത് അല്ലെങ്കിൽ ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നത് ഏത് കോസ്റ്റ് ആണെന്നുള്ളത്? ഏതാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് കാണിക്കുന്നത്. അതായത് ഡിഗ്രി ഓഫ് ലിവറേജ് കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റ് ഏതാണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നെറ്റ് ഇൻകം തിയറി എന്താണെന്ന് നോക്കി. നെറ്റ് ഇൻകം തിയറി എന്ന് പറയുന്നത് എന്താണ്? റിലവന്റ് തിയറി ആണെന്ന് പറഞ്ഞു. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി എന്ന് പറയുന്നത് ഇറലവന്റ് തിയറി ആണെന്ന് പറഞ്ഞു. ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ എബിറ്റ്. എബിറ്റിനെ എന്തെന്ന് പറയും? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നു പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് അസംഷൻസ് പറഞ്ഞു. ഇതിന് തന്നെ
ഫിക്സഡ് KO തിയറി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പേര്. അതായത് എത്രമാത്രം ഡെപ്റ്റ് കണ്ടന്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിച്ചാലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറിയെ ഫിക്സഡ് KO തിയറി എന്നും അറിയപ്പെടാറുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഇറലവന്റ് തിയറിയാണ്. ഈ ഒരു തിയറിയിൽ എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഡിഗ്രി ഓഫ് ലിവറേജിന് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റ് ഏതാണ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് തിയറിയിലേക്ക് പോവാം. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറി എന്ന് പറയും. അപ്പൊ ട്രഡീഷണൽ തിയറിയുടെ മറ്റൊരു പേരെന്താണ്, ഇന്റർമീഡിയറ്റ് തിയറി. ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ തിയറി ഡെവലപ്പ് ചെയ്തത് സോളമൻ എസ്ട്ര. നമ്മൾ സോളമൻ എസ്ട്ര പഠിച്ചതാണ് അല്ലെ, ഫാദർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്ന ആരാണ്, എസ്ട്ര സോളമൻ ആണ് അല്ലെ, സോളമൻ എസ്ട്രയാണ്. ഇദ്ദേഹം 1963 ഈ പറഞ്ഞ തിയറി എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഡേവിഡ് ഡുറന്റ് ആണ് നെറ്റ് ഇൻകം നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ട്രഡീഷണൽ തിയറി ഡെവലപ്പ് ചെയ്തത് ആരാണ്, സോളമൻ എസ്ട്രയാണ്. ഏത് വർഷമാണ്, 1963 ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഇതിനൊരു ഇന്റർമീഡിയറ്റ് തിയറി എന്നാണ് മറ്റൊരു പേരെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് തിയറി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഇൻകം തിയറിയുടെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. നെറ്റ് ഇൻകം അപ്രോച്ചിന്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന്റെയും ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ട്രഡീഷണൽ തിയറിയെ ഇന്റർമീഡിയറ്റ് തിയറി എന്ന് പറയുന്നത്. According to this theory, the impact of leverage on overall cost of capital as the value of the firm has to be observed at different stages. അപ്പോൾ നോർമലി ട്രഡീഷണൽ തിയറിയെ ഒരു റിലവന്റ് തിയറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് എന്താണ്, കൂടുതലായിട്ട് ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ലിവറേജ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഫേമിന്റെ വാല്യൂവിനെ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇത് പ്രധാനമായിട്ടും ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് പറയുന്നത്. ഓക്കെ, പ്രധാനമായും 3 സ്റ്റേജസിലൂടെയാണ് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ലിവറേജ് ഓൺ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ കമ്പനിയുടെ വാല്യൂവിനെയും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അഫക്റ്റ് ചെയ്യുന്നു എന്നതാണ് ഈ ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് തിയറിയിൽ പറയുന്നത്. ഇനിഷ്യലി കമ്പനി ക്യാൻ റെഡ്യൂസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബൈ ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ഡെപ്റ്റ് ഇൻ ദി ക്യാപിറ്റൽ കോമ്പോസിഷൻ. അതായത് ഈ ഒരു തിയറിയിൽ 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേജ് തന്നെ ഇനിഷ്യലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെ, നമ്മൾ നെറ്റ് ഇൻകം തിയറിയിൽ പറഞ്ഞ പോലെ എന്താണ്, വോളിയം ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ കോമ്പോസിഷനിൽ കൂട്ടിക്കൊണ്ട്. അതായത് എന്താ പറയുന്നത് ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. എങ്ങനെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റിന്റെ വോളിയം കൂട്ടിക്കൊണ്ട്. അത് ഏത് തിയറി പറയുന്നതാ, നെറ്റ് ഇൻകം തിയറി പറയുന്നതാ. വിത്ത് ദ റിഡക്ഷൻ ഇൻ ദ കോസ്റ്റ് ഓഫ് capital, the total value of the firm will increase proportionately. അതായത് എന്താണ്, ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയാണെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യും, കൂടും അല്ലെ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഡെപ്റ്റ് കണ്ടന്റ് കൂട്ടുന്നു. ഓക്കെ, ഡെപ്റ്റ് കണ്ടന്റ് കൂട്ടുന്നു. ഡെപ്റ്റ് കണ്ടന്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂട്ടുന്നു. അതെന്ത് ചെയ്യുന്നു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുവഴി വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇൻ അതർ വേർഡ്സ് ഇൻക്രീസിംഗ് ദ വോളിയം ഓഫ് ഡെപ്റ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു ഇൻക്രീസിംഗ് ദ വെൽത്ത് ഓഫ് ദി ഫേം അറ്റ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലിവറേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഫേമിന്റെ വെൽത്ത് കൂട്ടാനായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ സഹായിക്കും. ഹവർ എനി ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ബിയോണ്ട് ഡിസൈർഡ് ലിമിറ്റ് വിൽ ലീഡ് ടു ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ദി ഫേം. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, കുഴപ്പമില്ല, അതെന്ത് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേം കൂട്ടും, വെൽത്ത് ഓഫ് ദി ഫേം കൂട്ടും. ഓക്കെ, ആ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഒരു പർട്ടിക്കുലർ ലെവലിന് അല്ലെങ്കിൽ ഡിസൈർഡ് ലിമിറ്റിന് ശേഷം എന്താണ് കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ അതാണ് പറയുന്നത്, ഡിസൈർഡ് ലിമിറ്റിന് ശേഷം ഡെപ്റ്റ് കണ്ടന്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, വാല്യൂ ഓഫ് ദ ഫേമിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫേം കുറയാൻ കാരണമാകും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ എക്സാക്ട് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഈസ് പോസിബിൾ ബൈ വിച്ച് എ ഫേം ക്യാൻ റീച്ച് സോ കാൾഡ്
ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു തിയറിയിൽ പറയുന്നത് ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ് അല്ലെങ്കിൽ എക്സാക്ട് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. ഓക്കെ, അതെന്ത് ചെയ്യുന്നു? ഫേമിന്റെ വാല്യൂ കൂട്ടുകയും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും ചെയ്യുന്ന ആ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, അതിനെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തിയറി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കും എക്സാക്ട്ലി എന്ത് ചെയ്യുന്നത്? ഫേമിന്റെ വാല്യൂ കൂട്ടുകയും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും ചെയ്യുന്നത്. In other words, the optimum capital structure of a firm is the point at which value of the firm is maximum and overall cost of capital is minimum. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫീച്ചർ ആണ് പറയുന്നത്. എന്താണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അതെന്താണ്? ഫേമിന്റെ വാല്യൂ കൂട്ടുകയും അതുപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കെയോ മിനിമം ആക്കുകയും ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ അപ്രോച്ച് ഇറ്റ് ടേക്സ് മിഡ്വേ ബിറ്റ്വീൻ നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ടേക്സ് എ മിഡ്വേ ബിറ്റ്വീൻ എന്തൊക്കെ തമ്മിലാണ്? നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്ന ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത്? ട്രഡീഷണൽ അപ്രോച്ച് എക്സ്പ്ലെയിൻസ് ദാറ്റ് അപ് ടു എ സർട്ടൈൻ പോയിന്റ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് വിൽ കോസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ടു റൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടു ഡിക്ലൈൻ. അപ്പോൾ ഒരു ലെവൽ വരെ എന്താണ് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ത് ചെയ്യും? ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുകയും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും ചെയ്യുന്നു. ബട്ട് ആഫ്റ്റർ അറ്റൈനിങ് ദ ഒപ്റ്റിമം ലെവൽ എനി അഡീഷണൽ ഡെപ്റ്റ് വിൽ കോസ് ടു ഡിക്രീസ് ദ മാർക്കറ്റ് വാല്യൂ ആൻഡ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു 3 സ്റ്റേജസ് ആയിട്ടാണ് ട്രഡീഷണൽ തിയറി പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ 3 സ്റ്റേജസിൽ ഒന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത് എന്താണ്? ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും അതുപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം കൂടുകയും ചെയ്യുന്നു. ഇതെന്താണ്? ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എന്താ പറയുന്നത്? സെക്കൻഡ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു അതൊരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താണ്? അവിടെയും ഈ ഡെപ്റ്റ് എന്താണ് കൂട്ടുന്ന സമയത്ത്, ഡെപ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, വാല്യൂ ഓഫ് ദ ഫേം കൂടുകയും ചെയ്യും. പക്ഷെ അതൊരു ബെസ്റ്റ് മിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് അല്ലെങ്കിൽ അത് എക്സാക്ട് കോമ്പിനേഷൻ ഓഫ് ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആയിരിക്കും ഇവിടെ പറയുന്നത്. ഓക്കെ, പക്ഷേ എന്താണ് ഈ തേർഡ് സ്റ്റേജിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ കഴിയുമ്പോഴേ ബിയോണ്ട് ദ ലിമിറ്റ്, ആ ഒരു ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് ഒരു ലിമിറ്റ് ആയിട്ട് പറയുന്നത്. അതിനുശേഷം എന്താണ് കൂടുതലായിട്ട് ഡെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്റ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. അതുവഴി എന്ത് ചെയ്യും? വാല്യൂ ഓഫ് ദ ഫേം കുറയും എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ട്രഡീഷണൽ തിയറി അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർമീഡിയറ്റ് തിയറി ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്? നെറ്റ് ഇൻകത്തിന്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. താങ്ക് യു. ഹലോ എവ്രി വൺ, സഹകാരി റേസ് പ്ലസ് ജൂനിയർ അക്കൗണ്ടൻറ്റ് കമ്പനി ലോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു കവർ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. അപ്പം ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ ഏരിയയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് അറിയണമല്ലേ. അപ്പോഴാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, the term board of directors means a body duly constituted to direct, control and supervise the affairs of the company. എന്താണ് പറയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഡയറക്റ്റ്, കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ്. എന്താണ്? കമ്പനിയുടെ അഫയേഴ്സ് അത് ഡ്യൂലി
എന്താണ് ഡയറക്റ്റ് ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും സൂപ്പർവൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ബോഡി അല്ലെങ്കിൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഫെയർസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം അതിനെയൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള അധികാരപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അപ്പോൾ ഓൺ ബിഹാഫ് ഓഫ് കമ്പനി ഡിസിഷൻസ് എടുക്കുന്ന ഹ്യൂമൻസ് ഉണ്ടായിരിക്കണം അല്ലെ, ഹ്യൂമൻ ബീങ്സ് ഉണ്ടായിരിക്കണം കമ്പനീനെ മാനേജ് ചെയ്യാനും കമ്പനിയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അവരെത്രമാത്രം എഫിഷ്യൻ്റ് ആണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പനിയുടെ പെർഫോമൻസ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ കമ്പനിയുടെ കാര്യങ്ങളെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഏറ്റവും ഹെഡായിട്ട് അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വരുന്ന ആളുകളെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, കമ്പനിയുടെ അഫെയേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ മാറ്റേഴ്സ് കൺട്രോൾ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ടീമാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 2 ക്ലോസ് 10 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡിഫൈൻസ് ദാറ്റ് board of directors or board in relation to a company means the collective body of the directors of the company. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒരു ഡെഫിനിഷൻ പറയുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 ക്ലോസ് 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബോർഡ് ഇൻ റിലേഷൻ ടു കമ്പനി മീൻസ് ദ കളക്റ്റീവ് ബോഡി ഓഫ് ദ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ കളക്റ്റീവ് ബോഡീനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 ക്ലോസ് 10 എന്താണ് പറയുന്നത്? ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കളക്റ്റീവ് ബോഡീനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നിലധികം ഡയറക്ടർമാർ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും? ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും, കമ്പനിയിൽ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ഡയറക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? കമ്പനീനെ മാനേജ് ചെയ്യുക, കമ്പനീനെ കൺട്രോൾ ചെയ്യുക, കമ്പനീനെ സൂപ്പർവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് സെക്ഷനിലാണ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2 ക്ലോസ് 10 ബോർഡ് ഓഫ് ഡയറക്ടർ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ആസ് പെർ ദിസ് സെക്ഷൻ ബോർഡ് ഓഫ് ഡയറക്ടർ ഈസ് ദി കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ കളക്റ്റീവ് ഗ്രൂപ്പാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം എന്താ അറിയണം? ഡയറക്ടർ എന്താണെന്ന് അറിയണം അല്ലേ. ഇപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടർ എന്താണ് എന്നുള്ളൊരു ബ്രീഫായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. സോ വി നീഡ് ടു നോ മോർ അബൌട്ട് ദി ടേം ഡയറക്ടർ. എന്താണ് ഡയറക്ടർ, ഇല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം അല്ലേ. അപ്പോഴല്ലേ നമുക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പറ്റുള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയറക്ടർ. ദ ടേം ഡയറക്ടർ സെക്ഷൻ 149 to 205 വരെയാണ് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 149 മുതൽ 205 വരെയുള്ള സെക്ഷനുകളിലായിട്ടാണ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 34 അല്ലെങ്കിൽ സെക്ഷൻ 2 ക്ലോസ് 34 ഓഫ് ദ ആക്ട് പ്രിസ്ക്രൈബ്ഡ് ദാറ്റ് ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദ ബോർഡ് ഓഫ് ദ കമ്പനി. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡയറക്ടർ എന്നുള്ളതിനൊരു ഡെഫിനിഷനോ കാര്യങ്ങളോ ഇല്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അപ്പോയിൻറ്റഡ് ആകുന്ന എല്ലാ മെമ്പേഴ്സിനെയുമാണ് ഡയറക്ടർ എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു സെക്ഷനിൽ മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ സെക്ഷൻ 2 ക്ലോസ് 10 പറഞ്ഞു എന്താണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. അത് തന്നെ തിരിച്ചു പറയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ മെമ്പറായിട്ട് വരുന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ഡയറക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്
ഉള്ളത്. സോ ആസ് പെർ സെക്ഷൻ 149 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എവറി കമ്പനി ഷാൾ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺലി. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു സെക്ഷൻ 149 മുതൽ 205 വരെയാണ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്യുന്നത് മാത്രമാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 34 വരുന്നത്. ഓക്കെ, സോ ആസ് പെർ 149 എന്താണ് പറയുന്നത്? ഓൺലി ഇൻഡിവിജ്വൽസ് ക്യാൻ ബി ഡയറക്ടർ. കമ്പനിയുടെ ഡയറക്ടർ ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പർ ആകാനായിട്ട് ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ഓൺലി ഇൻഡിവിജ്വൽസിന് മാത്രമേ കമ്പനിയുടെ ബോർഡ് മെമ്പർ ആകാനായിട്ട് അല്ലെങ്കിൽ കമ്പനിയിലെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആവാനായിട്ട് ഒരു ഇൻഡിവിജ്വലിന് മാത്രമേ സാധിക്കുള്ളൂ. ദസ് നോ ബോഡി കോർപ്പറേറ്റ് അസോസിയേഷൻ ഓർ ഫേം ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ. ആർക്കൊക്കെ ആകാനായിട്ട് പാടില്ല? ഒരു ബോഡി കോർപ്പറേറ്റിനോ ഒരു കമ്പനിക്കോ ഒരു അസോസിയേഷനോ ഒരു ഫേമിനോ എന്തായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല? നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് മാത്രമേ കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സിൽ മെമ്പർ ആവാൻ അല്ലെങ്കിൽ ബോർഡ് ഡയറക്ടേഴ്സിൻ്റെ മെമ്പർ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന കമ്പനി, ഓക്കെ, എ എന്ന് പറയുന്ന കമ്പനി ഹോൾഡിംഗ് ആണെന്ന് വിചാരിക്കുക. ബിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ് എ. ബി എന്താണ്? എയുടെ സബ്സിഡിയറി. എക്സാമ്പിൾ ആണ് കേട്ടോ, സബ്സിഡിയറി ആണെന്ന് വിചാരിക്കുക. ഒരിക്കലും ബിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പറായിട്ട് എ എന്ന് പറയുന്ന കമ്പനീനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മനസ്സിലായോ? ബി എന്ന് പറയുന്നത് എയുടെ സബ്സിഡിയറി കമ്പനിയാണ്. പക്ഷേ ബിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ വൺ ഓഫ് ദ മെമ്പർ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആയിട്ട് നമുക്ക് എയിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം എ എന്ന് പറയുന്നത്, എ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പകരം എയിലെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണോ, ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സ് ആരൊക്കെയാണോ അവർക്ക് മാത്രമേ ബിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പർ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഫേമിനോ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റിനോ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മെമ്പർ ആകാനായിട്ട് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആവാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ക്യാൻ ഓൺലി കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസിന് മാത്രമേ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഒരു വ്യക്തിക്ക് മാത്രമേ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ഒരു കമ്പനിക്കൊന്നും മറ്റൊരു കമ്പനിയുടെ ഡയറക്ടറായിട്ട്, ഈവൻ ദോ എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, the company cannot perform as a director. കമ്പനിയുടെ ഡയറക്ടറായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനൊരു ഇൻഡിവിജ്വലിന് മാത്രമേ കമ്പനിയുടെ ഡയറക്ടറായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എന്താണ് പറയുന്നത്? സെക്ഷൻ 149 കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർക്കൊക്കെ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാം. ആർക്കൊക്കെ മാത്രമേ സാധിക്കുള്ളൂ? ഓരോ ഇൻഡിവിജ്വലിന് മാത്രമേ കമ്പനിയുടെ ഡയറക്ടർ ആകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു തരത്തിലുള്ള ബോഡി കോർപ്പറേറ്റ്സിനോ അസോസിയേറ്റ്സിനോ ഫേമിനോ എന്താകാനായിട്ട് സാധിക്കില്ല? കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇൻഡിവിജ്വൽസിന് മാത്രമേ അതിനുള്ള അധികാരം ആസ് പെർ സെക്ഷൻ 149 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 പറയുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഡയറക്ടർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് കമ്പനിയുടെ ബോർഡ് മെമ്പേഴ്സിൽ ഒരാളാകണം അല്ലെങ്കിൽ ഒരു അംഗമാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്ടർ ആകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ ദ മോസ്റ്റ് പ്രോമിനൻറ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗെറ്റ് DIN നമ്പർ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ DIN നമ്പർ ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ടർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിനെ അരുൺ എന്ന് പറയുന്ന ഒരാളെ ABC ലിമിറ്റഡിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അരുണിന് DIN നമ്പർ എടുക്കുക എന്നുള്ളതാണ്. ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു DIN നമ്പറുള്ള വ്യക്തിക്ക് മാത്രമേ കമ്പനിയുടെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്ടർ എന്താണെന്നുള്ളത് മനസ്സിലായി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ
മെമ്പർ ആകുന്ന ഓരോ വ്യക്തിയെയും നമുക്ക് ഡയറക്ടർ എന്ന് പറയാം. ഇത്തരത്തിൽ ഇൻഡിവിജ്വൽസിന് മാത്രമാണ് ഡയറക്ടർ ആകാനായിട്ട് സാധിക്കുക. ഇനി ഒരു വ്യക്തിക്ക് ഡയറക്ടറായിട്ട് പെർഫോം ചെയ്യണം അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇപ്പം നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യുന്നതിന് നമുക്ക് പലതരത്തിലുള്ള ID കാർഡ്സ് ഉണ്ട് അല്ലേ. വോട്ടർ ID ഉണ്ട്, നമുക്ക് അല്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഒരു വ്യക്തിനെ കമ്പനിയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടർ ആകണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് DIN നമ്പർ. ഈ ഒരു DIN നമ്പർ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വ്യക്തിനെ ഡയറക്ടർ എന്നുള്ള ലേബലിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ DIN ഒരാൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ DIN നമ്പർ എങ്ങനെയാണ് അയാൾക്ക് അലോട്ട് ചെയ്ത് കിട്ടുന്നത്, അതിനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആസ് പെർ സെക്ഷൻ 153 of the Act, every individuals intending to be appointed as director of a company shall make an application electronically in form DIR 3 for the allotment of DIN number to the central government along with the prescribed fee. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്? സെക്ഷൻ 153യിലാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ്? സെക്ഷൻ 153യിലാണ് 53 ഓഫ് കമ്പനീസ് ആക്ടിലാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഫോം DIR 3 ആണ് നമുക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഫോം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക. ABC കമ്പനിയിൽ, ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ അരുണിന് ഡയറക്ടർ ആകണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അരുണിനെ ഡയറക്ടറായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അരുണിന് DIN നമ്പർ വേണം. സോ ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് DIN നമ്പർ അരുൺ എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ഒരു DIN നമ്പർ എനിക്ക് അലോട്ട് ചെയ്ത് തരണം എന്നുള്ള കാര്യം സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. ഏതാണ് ആ ആപ്ലിക്കേഷൻ ഫോം? DIR 2 എന്ന് പറയുന്ന ഫോമാണ് അതിന് വേണ്ടിയിട്ട് അലൗഡ് ആയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരു ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെക്ഷൻ 153യിലാണ് DIN അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ഫോം DIR 3 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോം DIR 3 നമ്മൾ ആരുടെ അടുത്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആണ് നമുക്ക് ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്ത് തരുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ within 1 month of the application, the central government shall allot director identification number to the applicant. അപ്പോൾ ഇത്തരത്തിൽ അരുണ് DIR 3 ഒക്കെ ഫില്ല് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക്കലി അപ്ലൈ ചെയ്യുകയാണെന്ന്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 month, ഓക്കെ, സമയം എത്രയാണ് സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളത്? വിത്തിൻ 1 month തന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? DIN ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ DIR 3 ആണ് ആപ്ലിക്കേഷൻ ഫോമിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ സെൻട്രൽ ഗവൺമെൻറ് നമ്പർ അലോട്ട് ചെയ്യും. ഓക്കെ, then a person appointed as a director shall on or before the appointment give his consent to hold the office of the director in physical form. DIR 2 is, that is the consent to act as a director of the company. എന്താണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്? അപ്പോൾ നമ്മൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ അലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ശേഷമോ, അല്ലെങ്കിൽ ഇങ്ങനെ DIN നമ്പർ അലോട്ട് ചെയ്തു കഴിഞ്ഞു പക്ഷെ ഡയറക്ടറായിട്ട് അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല, ആ ഒരു ടൈം ഗ്യാപ്പിലോ എന്ത് ചെയ്യണം? ഈ ഒരു വ്യക്തി കൺസെൻറ്റ് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ കേസിൽ അരുൺ ആണെന്നുണ്ടെങ്കിൽ അരുണിന് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്തു. ഇനി അരുൺ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരുൺ ഹാസ് ടു സബ്മിറ്റ് ഹിസ്
കൺസെൻറ്റ് കൊടുക്കണം. ഞാനിങ്ങനെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ റെഡിയാണ്, ഓഫീസ് ഹോൾഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള കൺസെൻറ്റ് കൊടുക്കണം. ഇനി എങ്ങനെയാണ് ഈ കൺസെൻറ്റ് കൊടുക്കുന്നത്? ബൈ ഫയലിംഗ് ദി ആപ്ലിക്കേഷൻ ഫോം DIR-2. DIR-2 ഉപയോഗിച്ചുകൊണ്ടാണ് കൺസെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DIR-3 ഉപയോഗിച്ചിട്ട് അത് ആപ്ലിക്കേഷൻ ഫോമാണ് DIN നമ്പർ കിട്ടാനായിട്ട്. അതിനുശേഷം DIN നമ്പർ അലോട്ട് ചെയ്തതിന് ശേഷം അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുന്നെയോ ശേഷമോ ആയിട്ട് ഈ ഒരു വ്യക്തി, ഇപ്പോൾ എക്സാമ്പിളിൽ അരുൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ഡിക്ലെയർ ചെയ്യണം. കൺസെൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഏതാണ്? DIR-2 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, തെറ്റിപ്പോകരുത്. DIR-2 is for the consent and DIR-3 is for the application for DIN. ഓക്കെ, 3 കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ആണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? കൺസെൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരുൺ എന്ത് ചെയ്യണം? അരുണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം. DIR-2 എന്ന് പറയുന്ന ഫോം ഫില്ല് ചെയ്തിട്ട് അരുൺ ഏത് കമ്പനിയുടെ ഡയറക്ടറാണോ ആവാൻ പോകുന്നത് ആ ഒരു കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, then company shall file form DIR-12, particulars of appointment of directors and other key managerial persons along with the form DIR-2 as an attachment within 30 days of the appointments of director and necessary fee. കമ്പനി എന്ത് ചെയ്യും? ഇത്തരത്തിൽ ഡയറക്ടറുടെ കയ്യിൽ നിന്ന് DIR-2 ഒക്കെ റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സ് കമ്പനി ഒരു ഫോം ഫയൽ ചെയ്യണം, DIR-12 ഫയൽ ചെയ്യണം. ഏതൊക്കെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു, അതേപോലെ ഏതൊക്കെയാണ് അതർ കീ മാനേജീരിയൽ പേഴ്സൺസ് ഉള്ളത്, അതായത് ഓഡിറ്റർ, അങ്ങനെ ആരെങ്കിലുമൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കമ്പനി സെക്രട്ടറി, അങ്ങനെ ആരെങ്കിലുമൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കമ്പനി ഫോം DIR-12 പ്രിപ്പയർ ചെയ്യണം. ആ DIR-12 കൂടി തന്നെ DIR-2 കമ്പനി എന്ത് ചെയ്യും? രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ROCക്കാണ് കമ്പനി വിത്തിൻ 30 ഡേയ്സിൽ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇൻഡിവിജ്വൽ ആരാണോ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി സെൻട്രൽ ഗവൺമെൻറ്റിന് DIR-3 എന്ന് പറയുന്ന ഫോമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് DIN നമ്പർ അലോട്ട് ചെയ്ത് കിട്ടും. അതിനുശേഷം അയാളുടെ കൺസെൻറ്റ്, ഓഫീസ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കൺസെൻറ്റ് ഫോം DIR-2 അയാൾ സബ്മിറ്റ് ചെയ്യണം. ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അത് കമ്പനിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. കൺസെൻറ്റ് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? കമ്പനിക്കാണ് ഈ ഒരു കൺസെൻറ്റ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കൺസെൻറ്റ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? DIR-12 എന്ന് പറയുന്ന ഒരു ഫോം കമ്പനി ഫില്ല് ചെയ്യണം. അതിൽ ഏതൊക്കെ പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്തു, അവരുടെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ ഡയറക്ടേഴ്സിന് മാത്രമല്ല അതർ കീ മാനേജീരിയൽ പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും ഈ ഒരു DIR-12 ഇൻക്ലൂഡ് ചെയ്യണം. അലോങ് വിത്ത് ദിസ് DIR-12 ദേ ഹാവ് ടു സബ്മിറ്റ് ദി ഫോം DIR-2. അപ്പോൾ കമ്പനി എന്ത് ചെയ്യണം? DIR-12 സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ള DIR-2 സബ്മിറ്റ് ചെയ്യണം. ആരുടെ മുന്നിൽ? രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയിൽ. ഓക്കെ, രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യണം വിത്തിൻ 30 ഡേയ്സ്. ഓക്കെ, സോ ഫസ്റ്റ് DIR-3 ആപ്ലിക്കേഷൻ ഫോം ഇതാർക്കാണ് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്റിന്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റിന്. അതിനുശേഷം DIR-2 ആണ്. ഇതാർക്കാണ് കൊടുക്കുന്നത്? ഇത് കൺസെൻ്റ് ആണ്. ഇത് നമ്മൾ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം DIR-2 ആൻഡ് DIR-12 ഇത് ROCക്ക് കമ്പനി സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. DIR-3 ആപ്ലിക്കേഷൻ ഫോം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. DIR-2 കൺസെൻ്റ് ആണ്, അത് കമ്പനിക്കാണ് ഡയറക്ടർ, ഇൻഡിവിജ്വൽ ഡയറക്ടർ കൊടുക്കുന്നത്. ദെൻ DIR-2 DIR-12 കമ്പനി രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയിൽ വിത്തിൻ 30 ഡേയ്സ് സബ്മിറ്റ് ചെയ്യണം. അലോങ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് ഫീ, ഒരു ഫീയോട് കൂടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ?
in case of any appointments of director by the central government or state government, consent of the director is not required. ഇനി എന്താണ്, ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ആണ് ഇത്തരത്തിൽ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കൺസെൻറ്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ഗവൺമെൻറ് മെജോറിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത്തരം കമ്പനീസിൽ സെൻട്രൽ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇന്ന ആളിനെ ഡയറക്ടറാക്കാൻ പോവുകയാണെന്നുള്ളത് ഗവൺമെൻറ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ എക്സംഷൻ കിട്ടുന്നുണ്ട്. അവർക്ക് എന്ത് കൊടുക്കേണ്ട കാര്യമില്ല, DIR 2 ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, DIR 2 കൺസെൻറ്റ് അവർക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2017, കമ്പനീസ് ആക്ട് 2013 ഇല്ലാതെ 2017 വന്ന അമെൻമെൻറ്റിൽ പറയുന്ന കാര്യമാണ്, സെൻട്രൽ ഗവൺമെൻറ് മേ പ്രിസ്ക്രൈബ് എനി ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വിച്ച് ഷാൽ ബി ട്രീറ്റഡ് ആസ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട്, and in case of any individual holds or acquires such identification number, the requirement of this section shall not apply or apply in such manner as may be prescribed. ഇവിടെ എന്താണ് പറയുന്നത്, 2017 വന്നൊരു അമെൻമെൻ്റ് ആണ്. എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിന് സെർട്ടൈൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് DIN പകരം യൂസ് ചെയ്യാനായിട്ട് അലൗ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിനൊക്കെ പകരം നിങ്ങളുടെ വോട്ടേഴ്സ് ID യൂസ് ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ, വോട്ടേഴ്സ് ID യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്തോളൂ എന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ഇപ്പോൾ അരുൺ എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിന് ഇങ്ങനെ DIN വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ് അരുണിനോട് പറയുകയാണ്, DIN നമ്പർ വേണ്ട, നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ അത് നിങ്ങളുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറായിട്ട് യൂസ് ചെയ്തോളൂ എന്ന് സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അരുണിന് യൂസ് ചെയ്യാം. അപ്പോൾ അരുൺ എന്ത് ചെയ്യേണ്ട, ഇത്തരത്തിൽ ഈ ഒരു DIN നമ്പർ കിട്ടാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യേണ്ട കാര്യമില്ല. അരുണിന് സെൻട്രൽ ഗവൺമെൻറ് എന്താണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു ID നമ്പർ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് 2017 അമെൻമെൻറ്റിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 2013 ആക്ടിൽ ഈ ഒരു കാര്യം പറയുന്നില്ല, എന്തായാലും DIN കൊടുക്കണം, സ്പെഷ്യലായിട്ട് DIN നമ്പർ എടുക്കണം എന്നാണ് 2013 ആക്ടിൽ പറയുന്നത്. പക്ഷേ 2017 ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു അമെൻമെൻറ്റ് വരികയാണ്. ആ അമെൻമെൻറ്റിൽ പറയുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, മറ്റ് ID നമ്പേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാം. എന്തിനു പകരം, DIN നമ്പറിന് പകരമായിട്ട് മറ്റ് നമ്പേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് 2017 വന്ന അമെൻമെൻറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പാൻ എന്നുള്ളത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും ആവാം, ഏതൊക്കെ ID ആണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല, അത് സെൻട്രൽ ഗവൺമെൻറ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിൽ അതിൽ പ്രിസ്ക്രിപ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന ആ ഒരു കാര്യം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് എന്താ പറയുക, DIN റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ ആകണമെന്ന് ഇല്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. സെക്ഷൻ 153 ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എങ്ങനെയാണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫോം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കുക DIR 3. അത് കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് DIR നമുക്ക് അലോട്ട് ചെയ്യും. അതിനുശേഷം കൺസെൻറ്റ് കമ്പനിക്ക് കൊടുക്കണം. DIR 2 എന്ന ഫോർമാറ്റിലാണ് കൺസെൻറ്റ്. ആരാണോ ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഡയറക്ടർ ആവാൻ പോകുന്നത് ആ വ്യക്തിയാണ് കൺസെൻറ്റ് കൊടുക്കുന്നത്. ഈ ഒരു കൺസെൻറ്റും അതേപോലെ DIR 12 കമ്പനി ഫയൽ ചെയ്തിട്ട് രജിസ്ട്രാർ ഓഫ് ദ കമ്പനിക്ക് വിത്തിൻ 30 ഡേയ്സ് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൺസെൻറ്റ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, 2013 ആക്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് DIR 2 ഫുൾഫിൽ ചെയ്യേണ്ട ഒരാവശ്യം വരുന്നില്ല, കൺസെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം 2017 വരുന്ന ഒരു അമെൻമെൻ്റ് ആണ്. ഇത്തരത്തിൽ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളതിന് പകരം മറ്റ് ID നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടും ഒരു വ്യക്തിക്ക് ഡയറക്ടർ ആകാം.
if it is allowed by the central government. സെൻട്രൽ ഗവൺമെൻറ് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സും നമുക്ക് എന്തിനു പകരം യൂസ് ചെയ്യാം, ഈ ഒരു DIN പകരം യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 153 എന്ന് പറയുന്ന സെക്ഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ടൈപ്സ് ഓഫ് ഡയറക്ടർ. അപ്പോൾ നമ്മൾ ഡയറക്ടർ എന്താണെന്നുള്ളത് നോക്കി. അതേപോലെ തന്നെ ഡയറക്ടറായിട്ട് ഒരു വ്യക്തി അപ്പോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അയാൾ ഫുൾഫിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ആദ്യം തന്നെ അയാൾക്ക് വേണ്ട ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്താണ്, അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടേഴ്സാണ് ഒരു കമ്പനിയിലുള്ളത്? മെയിനായിട്ട് നമുക്ക് ഒരുപാട് തരത്തിൽ എക്സിക്യൂട്ടീവ്, നോൺ എക്സിക്യൂട്ടീവ്, ഫസ്റ്റ് ഡയറക്ടർ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, വിമൻ ഡയറക്ടർ, ഓൾട്ടർനേറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ, ഷാഡോ ഡയറക്ടർ, സ്മോൾ ഷെയർ ഹോൾഡർ ഡയറക്ടർ, ഇങ്ങനെ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതൊരു കമ്പനിയിലും മെയിനായിട്ട് ഉണ്ടാകുന്ന 2 ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറും. ഓക്കെ, എല്ലാ കമ്പനീസിലും മെയിനായിട്ട് ഉണ്ടാകുന്ന ഡയറക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടറും നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ്. മറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി ടു കമ്പനി ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഈ പറയുന്ന ഏതെങ്കിലും കാറ്റഗറിയിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് കൈൻഡ് ഓഫ് ഡയറക്ടർ ഈസ് നോൺ ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സിലെ ഫസ്റ്റ് ഡയറക്ടറാണ് ആര്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, he can be either a whole time director of the company. എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് ആരാകാം? ഒരു ഹോൾ ടൈം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാം. എന്താണ് ഹോൾ ടൈം ഡയറക്ടർ? ഹോൾ ടൈം ഡയറക്ടർ, എല്ലാ സമയവും അയാൾ ഡയറക്ടറാണ് എന്നുള്ളതാണല്ലേ ആ ഒരു പേരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ദ വൺ ഹൂ ഡിവോട്ട്സ് ഹിസ് ഹോൾ ടൈം ഫോർ വർക്കിംഗ് അവേഴ്സ് ടു ദ കമ്പനി and has a significant personal interest in the company as his source of income. എന്താണ് പറയുന്നത്? എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ വരുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡയറക്ടറാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ വൺ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. ഹോൾ ടൈം ഡയറക്ടർ എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയാണോ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിംഗ് അവറിൻ്റെ ഫുൾ ടൈം ആ ഒരു പെർട്ടിക്കുലർ കമ്പനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിനെയാണ് നമ്മൾ ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കും? ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി ആസ് ഹിസ് സോഴ്സ് ഓഫ് ഇൻകം. കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് അതിന് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഒരു സോഴ്സ് ഓഫ് ഇൻകവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇപ്പോൾ ABC ലിമിറ്റഡിൽ അരുൺ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയാണ്. അരുണിൻ്റെ ഫുൾ ടൈം ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് ഒരു എംപ്ലോയിനെ പോലെ അദ്ദേഹം എന്ത് ചെയ്യാണ്? രാവിലെ വരുന്നു, വൈകുന്നേരം വരെ കമ്പനിയിൽ സ്പെൻഡ് ചെയ്ത് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ് എൻ എംപ്ലോയി ഉള്ള ഡ്യൂട്ടീസ് കൂടി പെർഫോം ചെയ്യുന്നുണ്ട്. അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് കമ്പനി എന്ത് ചെയ്യാണ്? റെമ്യൂണറേഷൻ പോലെ മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹീ ഈസ് കൺസിഡേർഡ് ആസ് എ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അദ്ദേഹത്തിന് എന്താണ്? ഒരു ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്യാൻ ബി ഹോൾ ടൈം ഡയറക്ടർ. അവരെന്താണ്? ഹോൾ ടൈം ഡയറക്ടേഴ്സ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ നമുക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയാം. ഇനി എന്താണ് ഹോൾ ടൈം ഡയറക്ടർ? അയാളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സ് ഫുള്ള് അയാൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അയാൾ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പനിയിലാണ് അയാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. കമ്പനിയുടെ ഡേ ടു ഡേ അഫെയർസും എല്ലാ മാറ്റേഴ്സിലും അവർ അറിയുന്നുണ്ടാവും, അവർ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവും. എല്ലാ കാര്യങ്ങളും ഒരു എംപ്ലോയി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത് അതുപോലെ കമ്പനിയിലെ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന ആളുകളായിരിക്കും ഹോൾ ടൈം ഡയറക്ടർ. അതിന് പകരമായിട്ട് കമ്പനി അയാൾക്ക് എന്തായിരിക്കും? റെമ്യൂണറേഷൻ ഫോമിലായിരിക്കും അയാൾക്ക് അയാളുടെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഹോൾ ടൈം ഡയറക്ടർ. ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ക്യാൻ ബി ഓൾസോ എ മാനേജിങ് ഡയറക്ടർ. ഓക്കെ, ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറിൽ തന്നെ 2 തരത്തിലുള്ള ഡയറക്ടർ ആവാം. ഒന്നല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടറും
ഹോൾ ടൈം ഡയറക്ടറും ദെൻ മാനേജിങ് ഡയറക്ടറും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെ ഹോൾ ടൈം ഡയറക്ടറായിട്ടും പെർഫോം ചെയ്യാം, മാനേജിങ് ഡയറക്ടറായിട്ടും പെർഫോം ചെയ്യാം. സോ മാനേജിങ് ഡയറക്ടർ, വൺ ഹു ഈസ് എംപ്ലോയ്ഡ് ബൈ ദ കമ്പനി ആസ് സച്ച് ആൻഡ് ഹാസ് substantial powers over the management affairs of the company, subject to the superintendent's direction and control of the board. എന്താണ് പറയുന്നത്, മാനേജിങ് ഡയറക്ടർ അദ്ദേഹത്തിന് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് അഫയേഴ്സ് ഒക്കെ നോക്കി നടത്താൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ ഒരു ഡ്യൂട്ടീസൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അദ്ദേഹം അത് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് മെയിനായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ വരുന്നത്. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ആണ് ഹോൾ ടൈം ഡയറക്ടേഴ്സും മാനേജിങ് ഡയറക്ടേഴ്സും. അപ്പോൾ ചില കമ്പനിയിൽ ഹോൾ ടൈം ഡയറക്ടർ എന്നുള്ള പേരിലായിരിക്കും പറയുന്നുണ്ടാവുക, ചില കമ്പനിയിൽ മാനേജിങ് ഡയറക്ടർ എന്നുള്ള പേരിലായിരിക്കും. അത് കമ്പനി ടു കമ്പനി വരുന്ന വേരിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഹോൾ ടൈം ഡയറക്ടറോ മാനേജിങ് ഡയറക്ടറോ ആണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫുൾ ടൈം അവർ കമ്പനിയിൽ, അതായത് അവരുടെ വർക്കിംഗ് അവേഴ്സ് ഫുൾ അവർ കമ്പനിയിൽ സ്പെൻഡ് ചെയ്തിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ, കമ്പനിയുടെ അഫയേഴ്സും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡേ ടു ഡേ അഫയേഴ്സും കാര്യങ്ങളിലൊക്കെ അവർ ഇൻവോൾവ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഇവരുടെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഇവരെന്താണ്, ഫുൾ ടൈം കമ്പനി അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ വരുന്ന രണ്ട് ടൈപ്സ് ആണ് ഹോൾ ടൈം ഡയറക്ടറും മാനേജിങ് ഡയറക്ടേഴ്സും. ഇവർ ഫുൾ ടൈം ഡയറക്ടേഴ്സ് ആണ്, ഇവരെപ്പോഴും കമ്പനിയുടെ അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ, they are generally responsible for overseeing the administration, program, strategic plan of the organization, and other key duties include fundraising, marketing, community outreach. എന്നാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവരാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് അല്ലേ. അപ്പോൾ അവർ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം റെസ്പോൺസിബിൾ ആവും, പ്രോഗ്രാംസ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫണ്ട് റേസിങ്, മാർക്കറ്റിംഗ്, അങ്ങനെ ആ ഒരു കമ്പനിയുടെ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു കമ്പനിക്ക് വേണ്ടി ചെയ്യണോ അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അവരാണ് അവിടുത്തെ ആക്റ്റീവ് ഡയറക്ടർ എന്ന് പറയുന്നത്. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നതും ഈ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ്. ദ പൊസിഷൻ റിപ്പോർട്ട്സ് ഡയറക്ട്ലി ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ മുകളിൽ വരുന്ന അവരുടെ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് ബോർഡ് മെമ്പേഴ്സാണ്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിൽ ഞാനൊരു ബോർഡ് മെമ്പർ കൂടിയാണ്. അപ്പം എൻ്റെ ഒപ്പം മറ്റ് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവില്ലേ. അപ്പം ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ മറ്റ് ബോർഡ് മെമ്പേഴ്സിനോടാണ്. ഓക്കെ, അപ്പോൾ അവരുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതും കാര്യങ്ങളും. ഇപ്പോൾ ഒരു ബോർഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ബോർഡ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ടാവാം, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവരുടെ അടുത്തെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആസ് എൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഐ എം റെസ്പോൺസിബിൾ ഫോർ ദി എൻറ്റയർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. സോ ഐ നീഡ് ടു റിപ്പോർട്ട് ദ സെയിം ടു ദി ബോർഡ് മെമ്പർ. ബോർഡ് മെമ്പേഴ്സിൻ്റെ അടുത്ത് എനിക്കത് റിപ്പോർട്ട് ചെയ്യും വേണം. സോ എ ഫുൾ ടൈം എംപ്ലോയി പ്ലസ് ഡയറക്ടർ ഓഫ് ദ കമ്പനി ഈസ് നോൺ ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടറിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സിൽ നമ്മൾക്ക് വരുന്നതാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഹി ഈസ് എ ഫുൾ ടൈം എംപ്ലോയി പ്ലസ് ഡയറക്ടർ. കമ്പനിയിൽ ഒരു ഫുൾ ടൈം എംപ്ലോയി ആണ്, അതേസമയം ഹയർ പൊസിഷനിലിരുന്ന് ടോപ്പ് ലെവലിൽ വരുന്ന ഡയറക്ടർ കൂടിയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അവരായിരിക്കും കമ്പനിയുടെ എല്ലാ തരത്തിലുള്ള ഡേ ടു ഡേ അഫയേഴ്സിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി. അവരാരോടായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിനോടായിരിക്കും അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോൾ ടൈം ഡയറക്ടേഴ്സും മാനേജിങ് ഡയറക്ടേഴ്സും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു.
ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിട്ടയർമെൻ്റ് ആണ് അല്ലേ. റിട്ടയർമെൻ്റ് അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് സമയത്ത് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ടൊരു മൂന്ന് എൻട്രികളേ ഉള്ളൂ. ബട്ട് നമ്മുടെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുകയാണ്, ഇപ്പോൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആണെങ്കിൽ അവിടെ പല രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 3 അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് ലാസ്റ്റിലേക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഓടിച്ചാണ് പറയുന്നത്. ആ 3 അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം മെയിനായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്ത് ചെയ്യണം? റിട്ടയർമെൻറ്റ് സമയത്ത് എന്ത് ചെയ്യുക? റിട്ടയറിംഗ് പാർട്ണറിനു കൂടി എന്ത് കൊടുക്കണം? ഗുഡ് വില്ലിൻ്റെ ഒരു വിഹിതം കൊടുക്കണം. അത്രയേ ഉള്ളൂ. നോക്കിയേ, ദ റിട്ടയറിംഗ് ഓർ ഡിസീസ്ഡ് പാർട്ണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. ഓക്കെ, ആർക്ക് അവകാശപ്പെട്ടത് ആണ്? റിട്ടയറിംഗ് പാർട്ണർ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണർ, രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് പറയുന്നത്. ഓക്കെ, ആരൊക്കെ? ഒന്നുകിൽ റിട്ടയർ ചെയ്ത പാർട്ണർ അല്ലെങ്കിൽ മരണപ്പെട്ട പാർട്ണർ, അയാൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇതെന്ന് വിളിക്കുക. ആ ഫേമിൽ അതുവരെ അവർ ജനറേറ്റ് ചെയ്ത ഗുഡ് വില്ല്. സോ ആ ഗുഡ് വില്ലിൻ്റെ ഒരു ഷെയർ ആർക്ക് കൂടി കൊടുക്കണം? റിട്ടയർ ചെയ്ത പാർട്ണറിനോ അല്ലെങ്കിൽ ഡിസീസ്ഡ് പാർട്ണറിൻ്റെ ഹയേഴ്സിനോ കൊടുക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ. Therefore, the retiring partner should be compensated by the continuing partners in their gaining ratio. അതുകൊണ്ട് തന്നെ റിട്ടയറിംഗ് പാർട്ണർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഷുഡ് ബി കോമ്പൻസേറ്റഡ് ബൈ ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ്. കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം ഇൻ ദെയർ ഗെയിനിങ് റേഷ്യോ. ഏത് റേഷ്യോയിലായിരിക്കണം ചെയ്യേണ്ടത്? ഗെയിനിങ് റേഷ്യോയിലായിരിക്കണം റിട്ടയറിംഗ് പാർട്ണർ കണ്ടിന്യൂയിങ് പാർട്ണർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്. ഏത് റേഷ്യോയിലായിരിക്കണം? ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നോക്കിയിരിക്കുക. ദ റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ വാല്യൂയിങ് ദ ഗുഡ് വിൽ. നമ്മൾ എന്ത് ചെയ്യുന്നത്? റിട്ടയർ ചെയ്യുന്ന സമയത്ത് റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ സമയത്ത് നമ്മൾ പല മെത്തേഡിലൂടെ നമ്മൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? ആ ഏതെങ്കിലും മെത്തേഡിലൂടെ ആയിരിക്കും നമ്മൾ ഗുഡ് വിൽ വാല്യൂ ചെയ്ത് എന്ത് ചെയ്യുക? ഗുഡ് വില്ലിൻ്റെ വാല്യൂ മനസ്സിലാക്കുക. ഓർ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് സമയത്ത് ഗുഡ് വിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഓർ നോട്ട് ഗുഡ് വിൽ ഓൾറെഡി അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് ദ ഫേം. ബുക്കിനകത്ത് ഗുഡ് വിൽ ഓൾറെഡി അപ്പിയർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് വെൻ ഗുഡ് വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ബുക്സ്, ബുക്കിനകത്ത് ഗുഡ് വിൽ ഉണ്ടോ ഇല്ലയോ, ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബുക്കിനകത്ത് എന്തുണ്ടോ? ഗുഡ് വിൽ ഓൾറെഡി ഉണ്ടോ ഇല്ലയോ. ഗുഡ് വിൽ ഓൾറെഡി ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ബുക്കിനകത്ത്, അതായത് ആ ബിസിനസ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് എന്തില്ല? ഗുഡ് വിൽ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 കേസുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ഗുഡ് വിൽ ഈസ് റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ബുക്സ് ആസ് സച്ച്. സി, ഈ പഠിക്കുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യത്തില്ല, ജസ്റ്റ് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജസ്റ്റ് തിയററ്റിക്കലി നമ്മൾ നോക്കുന്നേ ഉള്ളൂ. കാരണം ബുക്കിനകത്ത് ഗുഡ് വിൽ നമ്മൾ റേസ് ചെയ്യത്തില്ല. അഡ്മിഷൻ സമയത്ത് ബുക്കിനകത്ത് ഗുഡ് വിൽ നമ്മൾ റേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗുഡ് വിൽ നമ്മൾ കാണിക്കണമെങ്കിൽ ഓൺലി പർച്ചേസ്ഡ് ഗുഡ് വിൽ മാത്രമേ നമ്മൾ ഇവിടെ കാണിക്കത്തുള്ളൂ, ബുക്കിനകത്ത് കാണിക്കത്തുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേസുകളെല്ലാം തിയററ്റിക്കലി മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമാണിത്. മനസ്സിലാക്കുക. ഗുഡ് വിൽ റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ബുക്സ് ആസ് സച്ച്. ഗുഡ് വിൽ റേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ അക്കൗണ്ട് എവിടെ കാണിക്കും എന്നുള്ളതാണ്, ബുക്കിനകത്ത് കാണിക്കും എന്നുള്ളതാണ്. ഇത് പക്ഷേ കാണിക്കത്തില്ല എന്നുള്ളത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ശരിയല്ലേ? അപ്പോൾ ഗുഡ് വിൽ റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ബുക്സ്, ബുക്കിനകത്ത് തന്നെ നിലനിർത്തും. ഓക്കെ, ബുക്കിനകത്ത് തന്നെ ഗുഡ് വിൽ നിലനിർത്തുകയും ഗുഡ് വിൽ അക്കൗണ്ട് റേസ് ചെയ്യുകയും ഗുഡ് വിൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, അത് റോങ് ആണ്, ബട്ട് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ഗുഡ് വിൽ റേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇതാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗുഡ് വിൽ റേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കും. അങ്ങനെ കാണിക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും കൂടി ആ ഗുഡ് വിൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഏത് റേഷ്യോയിൽ തന്നെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കേസ് പറയുന്നത് ഗുഡ് വിൽ ഈസ് റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ, ഗുഡ് വിൽ ഫുൾ ആയിട്ട് റേസ് ചെയ്യും ആൻഡ് റിട്ടേൺ ഓഫ്, റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ,
ഗുഡ് വിൽ റേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ജേണൽ എൻട്രി. ഗുഡ് വിൽ റേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇതാണ്. ഗുഡ് വിൽ അക്കൗണ്ട് ടു ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഗുഡ് വിൽ എന്ത് ചെയ്യുമ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈ എൻട്രി അങ്ങ് റിവേഴ്സ് ചെയ്യും. ഓക്കെ, റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താണ്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ് വിൽ. എന്തുകൊണ്ട് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ മാത്രം ചെയ്തു എന്ന് ചോദിച്ചാൽ goodwill return off to the continuing partners account in the new ratioയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എന്ത് ചെയ്യുമ്പോൾ ഗുഡ്വിൽ ആദ്യം റേസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് ബുക്കിനകത്ത് കാണിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ആരുടെ പോർഷൻ മാത്രം എടുക്കും? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഗുഡ്വിൽ. കാരണം ഇനി അങ്ങോട്ട് ആരില്ല, റിട്ടയറിംഗ് പാർട്ണർ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ മാത്രം എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ എന്നെഴുതുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഗുഡ്വിൽ ഈസ് റേസ്ഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് റിട്ടയർഡ് ഓർ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ഷെയർ ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി. ഇത് നമ്മൾ യൂസ് ചെയ്യത്തില്ല, ABC എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഏത് ടെക്സ്റ്റാണോ റെഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ജേണൽ എൻട്രി ഇതാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഗുഡ്വിൽ ഈസ് റേസ്ഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ. റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ, ഗുഡ്വില്ലിന്റെ ഷെയർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അത്രയും എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും? റേസ് ചെയ്യും. എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യും അപ്പോഴും തന്നെ. ഓക്കെ, ദെൻ ഗുഡ്വിൽ അക്കൗണ്ട് അപ് ടു ആരുടെ? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് മാത്രം കാണിക്കും. കാരണം ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് ആരുടെ ഷെയർ മാത്രമാണ്? റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ ആണ്. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ. കാരണം ഇനി അങ്ങോട്ട് ആരില്ല, റിട്ടയറിംഗ് പാർട്ട്ണർ ഇല്ല. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സാധനമാണ്. നോ ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് റേസ്ഡ് അറ്റ് ഓൾ ഇൻ ഫേംസ് ബുക്ക്. ഓക്കെ, അതായത് ഗുഡ്വിൽ അക്കൗണ്ട് നമ്മൾ റേസ് ചെയ്യുന്നില്ല. അതായത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ജേണൽ എൻട്രി ഇതാണ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കേണ്ടത്. ഓക്കെ, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? എൻട്രി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ആരുടെ? റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് അത് എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഏത് റേഷ്യോയിൽ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക? ഗെയിനിങ് റേഷ്യോയിൽ. അഡ്മിഷൻ സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? എങ്ങനെയാണ് കൊണ്ടുവരുന്ന ഗുഡ്വിൽ പുതിയ ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുത്ത്? ഏത് റേഷ്യോ? സാക്രിഫൈസിംഗ് റേഷ്യോ. ഇവിടെയാണെങ്കിൽ കഥ അങ്ങനെയല്ല. റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയാണ്. അപ്പോൾ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ no goodwill account is raised at the books of the firm, then which account is debited എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം continuing partners capital account is debited. Which account is credited എന്ന് ചോദിക്കുകയാണെങ്കിൽ retiring partners capital account is credited. ഓക്കെ, ആൻഡ് ദ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആരുടെ ഷെയർ ആയിരിക്കും ഇവിടെ കാണിക്കേണ്ടത്? കണ്ടിന്യൂയിങ് പാർട്ട്ണറിന്റെ അല്ല, റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഏത് റേഷ്യോയിൽ? ഗെയിനിങ് റേഷ്യോയിൽ. ആരുടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഒന്നുകൂടി, ആരുടെ ഷെയർ? റിട്ടയർ ചെയ്ത പാർട്ട്ണറിന്റെ. ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണെങ്കിൽ ബി ആണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ ബിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഷെയർ ഓഫ് ഗുഡ്വിൽ ഗെയിനിങ് റേഷ്യോയിൽ ആരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? എയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെ എഴുതും: എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആഫ്റ്റർ ടു. ആര്? റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണർ ആരാ? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. മനസ്സിലായ? ഓക്കെ അല്ലേ? ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ട ജേണൽ എൻട്രി. സോ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി കുറച്ച് നോട്ട്സ് നോക്കിയോ. ഇറ്റ് മേ ഓൾസോ ഹാപ്പൻ ദാറ്റ് ആസ് എ റിസൾട്ട് ഓഫ് decision on the new profit sharing ratio among the remaining partners, a continuing partner may also sacrifice a part of his share in the future profits. ചില സമയങ്ങളിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില പാർട്ട്ണറിന് എന്തായിരിക്കും അവിടെ? സാക്രിഫൈസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൽ ആർക്കെങ്കിലും സാക്രിഫൈസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ the capital, his capital account will also be credited.
അതായത് നമ്മൾ നേരത്തെ എഴുതിയ ജേണൽ എൻട്രി ഇതായിരുന്നു. ആരാ? കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? നമ്മുടെ എക്സാമ്പിളിൽ എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആയിരുന്നു. ബി റിട്ടയർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയാണ് എഴുതുന്നത്: എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബീസ് ക്യാപിറ്റൽ എന്ന് എഴുതി ആരുടെ ഷെയർ ഓഫ് ഗുഡ്വില്? ബിയുടെ ഷെയർ ഓഫ് ഗുഡ്വില് ഗെയിനിങ് റേഷ്യോയിൽ എയും സിയും അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെ നമ്മൾ എയുടെയും സിയുടെയും ഗെയിനിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സപ്പോസ് ഇപ്പോൾ എക്ക് മാത്രമാണ് എന്തുള്ളത്? ഗെയിൻ ഉള്ളത്. ബട്ട് സിക്ക് സാക്രിഫൈസ് ആണെങ്കിൽ ജേണൽ എൻട്രിയിൽ ചെറിയൊരു വ്യത്യാസം. ജേണൽ എൻട്രി ഇങ്ങനെ മാറും. ഇങ്ങോട്ട് നോക്കിയിരിക്കുക. ഗെയിനിങ് പാർട്ണറിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതായത് ഗെയിനിങ് പാർട്ണർ ആരാണ് ഇവിടെ? എയ്സ് ക്യാപിറ്റൽ അല്ലെ? എയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സിക്ക് ഗെയിൻ ആണോ? അല്ല, സാക്രിഫൈസ്. സിക്ക് സാക്രിഫൈസ് ആണെങ്കിൽ സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്രെഡിറ്റ് കാണിക്കണം. ഓക്കെ അല്ലേ? ടു ആരുടെ? ബീസ് ക്യാപിറ്റൽ ഓൾറെഡി റിട്ടയറിംഗ് പാർട്ട്ണറിന് ക്രെഡിറ്റ് തന്നെയാണ്. പിന്നെ ആരുടെയും കാണിക്കണം? സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് കാണിക്കണം. ഇത് എന്തുകൊണ്ട് സിയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് കാണിച്ചു എന്ന് ചോദിച്ചാൽ അയാൾക്ക് സാക്രിഫൈസ് ആണ്, ഗെയിനിങ് അല്ല. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോക്കുന്നു. എ ബി സി ആർ പാർട്ട്നേഴ്സ്. നോക്കിയേ, 3:2:1. ബി റിട്ടയർ ആയി. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം എത്രയുണ്ട്? 60,000 ഉണ്ട്. ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ് എ ആൻഡ് സി. ആരൊക്കെയാ റിമൈനിങ് പാർട്ട്നേഴ്സ്? എയും സിയും. കണ്ടിന്യൂ ടു ഷെയർ ദി പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:1. അതായത് ഏത് റേഷ്യോയിൽ തന്നെ? പഴയതിൽ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. പാസ് ജേണൽ എൻട്രീസ് അണ്ടർ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. ഇങ്ങനെ ആയിരിക്കത്തില്ല എക്സാമിന് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും ചോദിക്കുക? ഇഫ് ഗുഡ്വിൽ ഈസ് റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ബുക്സ് ദെൻ വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എന്ന് ചോദിച്ചിട്ട് ഡെബിറ്റും എമൗണ്ടും ആയിരിക്കും ചിലപ്പോൾ തന്നിരിക്കുക. ചിലപ്പോൾ അക്കൗണ്ട് മാത്രമായിരിക്കും തന്നിരിക്കുക. ഓക്കെ, എൻട്രി മാത്രമായിരിക്കും തരാം. ചിലപ്പോൾ എമൗണ്ടും കൂടി ഉൾപ്പെടെ തരാം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പാസ് എൻട്രി എന്നായിരിക്കത്തില്ല. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ജേണൽ എൻട്രി അതേപോലെ തരാം. ഓക്കെ അല്ലേ? ഇതാണ് സിറ്റുവേഷൻ. ഇഫ് ഗുഡ്വിൽ ഈസ് റേസ്ഡ് അറ്റ് ഫുൾ വാല്യൂ. ഗുഡ്വിൽ റേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാക്കുക. ഗുഡ്വിൽ റേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ അക്കൗണ്ട് ബുക്കിനകത്ത് കാണിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഫുൾ വാല്യൂയും ബുക്കിനകത്ത് കാണിക്കുക. ആൻഡ് റീറ്റെയിൻഡ് ഇൻ ദ ബുക്സ്. ആ ബുക്കിൽ തന്നെ കാണിക്കുക. അതായത് ബാലൻസ് ഷീറ്റിൽ കാണിച്ച് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല എന്ന് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത് റോങ് ആണ്. ബട്ട് തിയറിറ്റിക്കലി നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ ബുക്കിനകത്ത് റേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി ഇങ്ങനെ എഴുതാം: ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കാണിക്കണം. ഓക്കെ, എല്ലാ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എയ്സ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. എത്രയാണ് ഫേമിന്റെ ഗുഡ് വില്? 60,000. ആ 60,000 ഏത് റേഷ്യോയിൽ വീതിക്കും? നമ്മൾ 3 പേരും കൂടിയുള്ള റേഷ്യോ 3:2:1. ഓക്കെ അല്ലേ? ഇതാ ഇങ്ങോട്ട് നോക്കി. ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എയ്സ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. 60,000 ഏത് റേഷ്യോയിൽ? 3:2:1. അങ്ങനെയാണ് 30,000, 20,000, 10,000 കിട്ടുന്നത്. മനസ്സിലായി? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നോക്കൂ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ കേസ് ഇതാണ്. ഇങ്ങനെ തന്നിട്ട് 3:1 വരെ തന്നിട്ട് പാസ് എൻട്രി എന്നായിരിക്കത്തില്ല. ഇഫ് ഗുഡ് വിൽ ഈസ് റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ആൻഡ് റിട്ടേൺ ഓഫ് ഇമ്മീഡിയറ്റ്ലി ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജേണൽ എൻട്രീസ് ആർ കറക്റ്റ്? അല്ലെങ്കിൽ വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്, വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഫുൾ വാല്യൂവിന് റേസ് ചെയ്യും. ഫുൾ വാല്യൂവിന് റേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾറെഡി ഗുഡ് വിൽ അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം, എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റലിന് ക്രെഡിറ്റ് കൊടുക്കണം. ഇനി റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടേ ഉള്ളൂ? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇനി ഫ്യൂച്ചറിൽ ആരൊക്കെ ഉള്ളൂ? എല്ലാ പാർട്ട്ണറിനും കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യത്തെ എൻട്രി ഫുള്ളായിട്ട് എന്ത് ചെയ്യും? റേസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബുക്കിനകത്ത് കാണിക്കും. അതായത് ഗുഡ് വിൽ അക്കൗണ്ട് അപ്പ് ടു ഓൾ ദ പാർട്ട്നേഴ്സ്, ഏതൊക്കെ? എ ബി സീസ് ക്യാപിറ്റൽ. ക്ലിയർ? രണ്ടാമത്തത് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് എൻട്രിയാണ് കാണിക്കുക? നമ്മൾ ഓപ്പോസിറ്റ് എൻട്രി കാണിക്കും. ഓപ്പോസിറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ അവിടെ ഓൾ ദ പാർട്ട്നേഴ്സ് എന്ന് എഴുതാൻ പറ്റത്തില്ല. എയും ബിയും സിയും എഴുതാൻ പറ്റത്തില്ല. കാരണം ബി റിട്ടയർ ആയി. ഇനി എയ്സ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ, എയ്സ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പ് ടു ഗുഡ് വിൽ എന്ന് എഴുതിയിട്ട് 60,000 രൂപ തന്നെ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കാണിക്കും. ഏത് റേഷ്യോയിൽ? അവരുടെ ന്യൂ റേഷ്യോയിൽ ഷെയർ ചെയ്ത് കാണിക്കും. ഓക്കെ അല്ലേ? ഈ എൻട്രി പഴയ എൻട്രി തന്നെ. ക്ലിയർ? ഇനി നോക്കിയേ, കേസ് 3 ഇതാണ്. ഇഫ് ഗുഡ് വിൽ ഈസ് റേസ്ഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ഷെയർ. റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റേസ് ചെയ്യുന്നതെങ്കിൽ
ആൻഡ് റൈറ്റ് ഓഫ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും? ഗുഡ് വിൽ അക്കൗണ്ട് അപ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിട്ടയറിംഗ് പാർട്ട്ണർ ആരാ? ബി ആണ്. അപ്പോൾ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഷെയർ മാത്രം എഴുതും. 60,000ന്റെ അയാളുടെ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അയാളെന്ന് പറഞ്ഞാൽ ആരാണ്? ബി അല്ലേ? അതായത് 2/6. ഓക്കെ, 2/6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 20,000. ആ 20,000 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ആ 20,000, അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഗുഡ് വിൽ റേസ് ചെയ്യുന്നത് റിട്ടയറിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയർ ആണ് റേസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഷെയർ എടുത്തിട്ട് അതായിരിക്കണം കാണിക്കേണ്ടത്. ഓക്കെ, സോ ഗുഡ് വിൽ അക്കൗണ്ട് ടു അയാളുടെ ക്യാപിറ്റൽ, ആരുടെ? റിട്ടയർ ചെയ്ത പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ, അയാളുടെ ഷെയർ മാത്രം കാണിച്ചു. ഇനി ആ ഷെയർ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് എൻട്രി എഴുതുക. ഓപ്പോസിറ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ തിരിച്ചിടുമ്പോൾ ബി ഇനി ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ആരൊക്കെയുള്ളൂ? എയും സിയും മാത്രമേ ഉള്ളൂ ടു ഗുഡ് വിൽ. ഓക്കെ, ന്യൂ റേഷ്യോയിൽ ഗെയിനിങ് റേഷ്യോയിൽ കാണിക്കുക. ഓക്കെ, കാരണം എന്തുകൊണ്ട് ഇവിടെ ഗെയിനിങ് റേഷ്യോയിൽ കാണിച്ചു എന്ന് ചോദിച്ചാൽ അത് റിട്ടയറിംഗ് പാർട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ ആയതുകൊണ്ട് ആ റിട്ടയറിംഗ് പാർട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ലിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഗെയിനിങ് റേഷ്യോയിലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായി? ഫുൾ ഗുഡ് വില്ലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എങ്കിൽ അത് ഏത് റേഷ്യോയിലായിരിക്കും? ഓൾഡ് പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സും ഉള്ളപ്പോൾ ഉള്ള റേഷ്യോയിലായിരിക്കും. ഇനി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ അത് ഏത് റേഷ്യോയിലായിരിക്കും? ന്യൂ റേഷ്യോയിലും ആയിരിക്കും. ഒന്നുമില്ല കഥ. മനസ്സിലായി? നോക്കിയേ, 4ാമത്തെ കേസാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പാസ്റ്റ് ജേണൽ എൻട്രീസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. എങ്ങനെയായിരിക്കും ചോദിക്കുക? ഇഫ് ഗുഡ് വിൽ ഈസ് നോട്ട് ടു അപ്പിയർ ഇൻ ദ ഫേംസ് ബുക്സ് അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽ എന്ത് ചെയ്യത്തില്ല? നോട്ട് ടു അപ്പിയർ ഫേംസ് ബുക്സ് അറ്റ് ഓൾ, ഫേമിന്റെ ബുക്കിൽ കാണിക്കുന്നില്ല എങ്കിൽ വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? ഓക്കെ, വിത്ത് എമൗണ്ട് ആയിരിക്കും എന്ത് തരിക? ക്വസ്റ്റ്യനിൽ തരിക. ഓക്കെ, വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? അക്കൗണ്ട് ആരുടെയൊക്കെ അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഇവിടെ? എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. എക്സിസ്റ്റിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ എയും സിയും, എക്സിസ്റ്റിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? എയും സിയും. റിട്ടയറിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ ബിയുടെ ഷെയർ നമ്മൾ ഓൾറെഡി അറിയാം. ബിയുടെ ഷെയർ എത്രയാ? 20,000 രൂപ. നമ്മൾ എന്ത് ചെയ്യും? ഏത് റേഷ്യോയിൽ? ഗെയിനിങ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യല്ല, അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും? എയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ ആണോ? ഈ എൻട്രി ഒരിക്കലും മറന്നു പോകരുത്. ഇതായിരിക്കും എക്സാമിന് ചോദിക്കുക. ക്ലിയർ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം. ഓക്കെ, ഇതാണ് പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനം. ഓക്കെ, സോ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണെന്ന് പറഞ്ഞു? 3:1 തന്നെയാണ്. അപ്പോൾ ഗെയിനിങ് എത്ര തന്നെയായിരിക്കും? 3:1 തന്നെയായിരിക്കും. അതായത് ഏത് റേഷ്യോയിലായിരിക്കും? 15,000 5,000 എന്ന് പറയുന്ന ഇത് നോക്കാം നമുക്ക്. 20,000 3:1 എന്ന് പറയുമ്പോൾ 3/4. ശരിയല്ലേ? എത്ര കിട്ടും? 5. 15,000. ശരിയല്ലേ? കറക്റ്റാണ്. 15,000 5,000 15,000 5,000 കട്ട്. ഗെയിനിങ് റേഷ്യോയിൽ വീതിക്കും. എങ്ങനെയൊക്കെ? അപ്പോൾ എയ്ക്ക് എത്ര അഡ്ജസ്റ്റ് ചെയ്യുക? എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 10,000 അഡ്ജസ്റ്റ് ചെയ്യും. സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് 5,000 അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ? നെക്സ്റ്റ് നോക്കൂ, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി അങ്ങ് പോയാൽ മതി. ഇവിടെ വെൻ ഗുഡ് വിൽ ഈസ് റേസ്ഡ് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ല, അതെന്താണ്? തിയറട്ടിക്കൽ മാത്രമാണ്. സോ അത് നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് സ്ലൈഡുകൾ ജസ്റ്റ് നോക്കി പോയിക്കോളൂ ഏതൊക്കെയാണെന്നുള്ളത്. നേരത്തെ നമ്മൾ ചെയ്ത സാധനം തന്നെയാണ്. ഓക്കെ, ദെൻ ഇവിടെ രണ്ടാമത്തെ കേസ് എന്ന് പറയും വെൻ ഗുഡ് വിൽ ഈസ് നോട്ട് ടു അപ്പിയർ ഇൻ ഫേംസ് ബുക്സ് അറ്റ് ഓൾ. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഫേമിന്റെ ബുക്കിൽ കാണിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാണിക്കുക? ജേണൽ എൻട്രി പറ. കേശവ്, നിർമ്മൽ, പങ്കജ് പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് 4:3:2. നിർമ്മലാണ് റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് 72,000. ഫേമിന്റെ ഗുഡ് വില്ലാണ് 72,000. ഓക്കെ, കേശവ് ആൻഡ് പങ്കജ് ഡിസൈഡ് ടു ഷെയർ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3. ഓക്കെ, അതായത് ഡിഫറൻറ്റ് റേഷ്യോസ് ആണ്. ന്യൂ റേഷ്യോ ഡിഫറൻറ്റ്, ഓൾഡ് റേഷ്യോ ഡിഫറൻറ്റ് ആണ്. സോ ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ഇനി when goodwill is not appearing in the firm's books at all, then which account is debited with the amount? Okay, with what amount? പറ, which account is debited? എക്സിസ്റ്റിംഗ് പാർട്ണർ ആരാ? കേശവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ, പങ്കജ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു നിർമ്മൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കാണിക്കും. എന്നിട്ട് നിർമ്മലിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നിർമ്മലിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ, ടോട്ടൽ ഗുഡ് വിൽ നമുക്കറിയാം 72,000. അതിൽ നിർമ്മലിന്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 3/432. എത്ര കിട്ടി?
9. ഓക്കെ അല്ലേ? 7. അപ്പോൾ 21. 21,000. ശരിയല്ലേ? 21,000 ആണ് ആരുടെ? നിർമ്മലിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ. ഈ 21,000 ഏത് റേഷ്യോയിൽ? ഗെയിനിങ് റേഷ്യോയിൽ കേശവും പങ്കജും ഷെയർ ചെയ്ത് ഇവിടെ കാണിക്കും. അത്രയേ ഉള്ളൂ. ക്ലിയർ? ദെൻ വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്? നിർമ്മൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് എമൗണ്ട് 21,000. വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? കേശവ്സ് ആൻഡ് പങ്കജ് ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് ദി എമൗണ്ട് ഇൻ പ്രൊപ്പോർഷൻ ടു ദി ഗെയിനിങ് റേഷ്യോ. ഓക്കെ, ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം ഗെയിനിങ് റേഷ്യോ. ഇവിടെ ഗെയിനിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. 13:11 എന്ന് പറയുന്ന റേഷ്യോയിൽ ഷെയർ ചെയ്യും. സോ 13,000 11,000. ഓക്കെ അല്ലേ? 24 ആണോ കിട്ടുന്നത്? നോക്കിയേ, നമുക്ക് ഇത് ചെയ്തത് 21 അല്ല, ഏതാ? 24 ആണ്. ഓക്കെ, കാര്യം എന്തുവാ? 72ൽ 9 8 ടൈംസ് ആണ് അല്ലേ? ഇപ്പോൾ 24 9 72. സോ 8 24. ശരി, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ 24,000. ആ 24,000 ആണ് ഗെയിനിങ് റേഷ്യോയിൽ ഏതാ റേഷ്യോ? 13:11 ഷെയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ചോദിക്കുന്ന ക്വസ്റ്റൻ ഇങ്ങനെ ആയിരിക്കാം. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതാ ജേണൽ എൻട്രീസ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ജേണൽ എൻട്രീസ് ഉണ്ടാവും. അല്ലെങ്കിൽ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഏതാ? നിർമ്മൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് 24,000. നിർമ്മൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഏതാ? 21,000. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ആൻസേഴ്സ് വരിക. അതിലൊന്ന് കറക്റ്റ് ആയിട്ടുള്ള എഴുതുക. അല്ലെങ്കിൽ ഏതാ? കേശവ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഇതായിരിക്കത്തില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ്? ക്ലിയർ? ഓക്കെ. സോ ഇതും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇവിടേക്ക് ഗെയിനിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും വലിയ കാൽക്കുലേഷനുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെൻ ഗുഡ്വിൽ ഈസ് ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്. ഗുഡ്വിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബുക്കിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ. ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദി ബുക്സ്. ബുക്കിനകത്ത് ഏത് കിടപ്പുണ്ട്? ഒരു ഗുഡ്വിൽ എമൗണ്ട് കിടപ്പുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ഇവിടെ എത്ര എൻട്രി എഴുതുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ എൻട്രിയാണ് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, തിയററ്റിക്കലി 2-3 എൻട്രിയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനം മാത്രം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ നോക്കൂ. ഇഫ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ്, അതായത് എയും ബിയും സിയും. ഓക്കെ അല്ലേ? അവിടെ ആര് റിട്ടയർ ആയി? ബി റിട്ടയർ ആവുമ്പോൾ ആ റിട്ടയർ ചെയ്ത സമയത്ത് ഫേമിന്റെ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ 20,000 രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ കിടന്നോട്ടെ. മനസ്സിലായോ? ഈ ഗുഡ് വിൽ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ക്ലിയർ? അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഗുഡ് വിൽ കിടപ്പുന്നുണ്ട്. ഇനി ബി റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റീവാലുവേഷൻ നടത്തും അല്ലേ? റീവാലുവേഷൻ നടത്തുമ്പോൾ എല്ലാ അസറ്റുകളും ലൈബിലിറ്റീസ് റീവാലുവേഷൻ നടത്തും. അങ്ങനെ അസറ്റുകളും ലൈബിലിറ്റീസ് റീവാലുവേഷൻ നടത്തുമ്പോൾ ഗുഡ് വില്ലും നമ്മൾ റീവാല്യൂ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ റീവാല്യൂ ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് കിട്ടുന്നു. ഓൾറെഡി ഇവിടെ ഒരു എമൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇവിടെ ഉണ്ടായില്ലേ? നമ്മളിത് ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട്, അഡ്മിഷൻ സമയത്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബുക്കിലുള്ള വാല്യൂവും ഇപ്പോഴുള്ള വാല്യൂവും പ്രസന്റ് വാല്യൂവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ നമ്മൾ വാല്യൂ ചെയ്തപ്പോഴും ഗുഡ് വില്ലിന് 20,000 രൂപ തന്നെയാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതങ്ങ് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ഏത് എമൗണ്ട്? ഈ എമൗണ്ട്, ബുക്കിൽ കിടക്കുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി നമ്മൾ ഓൾറെഡി അഡ്മിഷൻ സമയത്ത് പഠിച്ച സെയിം എൻട്രി തന്നെയാണ്. പക്ഷേ അഡ്മിഷൻ സമയത്താണെങ്കിൽ അവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് മാത്രം, ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ പാർട്ട്നേഴ്സും ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ എന്ത് ചെയ്യുമ്പോൾ? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ആർ റിട്ടൺ ഓഫ്. ദെൻ വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? വിച്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്നായിരിക്കും ചോദിക്കുക. വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? വിച്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്? ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. Which account is credited? Goodwill account is credited. മനസ്സിലായോ? എന്താ ചെയ്യുക? Which account is debited? All the partners capital account is debited. That means A's capital account, B's capital account, C's capital account debted to goodwill account. This is the journal entry. എഴുതി വെക്കണം. ഇതാണ് നമുക്ക് പഠിക്കേണ്ട കഥ. ബുക്കിലുള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻട്രി. ക്ലിയർ? ഇനി ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം? റീവാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രസന്റ് വാല്യൂ ഗുഡ്വിലും ബുക്കിൽ കിടക്കുന്ന ഗുഡ്വിലും ഒരേപോലെ ആകാം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. ഏത്? 20,000 രൂപ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. ക്ലിയർ? ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇഫ് ദ ബുക്ക് വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് കറണ്ട് വാല്യൂ. ബുക്കിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 20,000 രൂപയാണ്. കറണ്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഈസ് 10,000. ദിസ് ഡിഫറൻസ് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ്. ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നോക്കിയേ, ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്
ഓക്കെ, ജേണൽ എൻട്രി ഇതാണ്. അഡ്മിഷൻ സമയത്ത് എഴുതിയതുപോലെ തന്നെ ഗുഡ് വിൽ അക്കൗണ്ട് അപ് ടു ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിവിടെ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് മാത്രമായിരിക്കണം കാണിക്കേണ്ടത്. എന്ത് മാത്രമായിരിക്കണം കാണിക്കേണ്ടത്? ഡിഫറൻസ് മാത്രം. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10,000 മാത്രമായിരിക്കണം കാണിക്കേണ്ടത്. ക്ലിയർ? If the book value is greater than its current value, okay, book value 20,000, current value എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? 5,000 ഉള്ളൂ എങ്കിൽ ഡിഫറൻസ് ഈസ് 15,000. ദിസ് 15,000 ഈസ് അഡ്ജസ്റ്റഡ്. ഓക്കെ, എൻട്രി എന്ന് പറഞ്ഞാൽ ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ് വിൽ. ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ് വിൽ. ഓക്കെ, നോക്കുന്നു, ബുക്ക് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് ലോവർ ദാൻ ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. ഇപ്പോഴുള്ള വാല്യൂവിനേക്കാളും ബുക്കിലുള്ള വാല്യൂ എന്താണ്? ലോവർ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഏത് അക്കൗണ്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്? ഗുഡ് വിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഓൾ ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഏത് റേഷ്യോയിൽ? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. സോ ഇത്രയുമാണ് ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം.